ആരോഗ്യം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്നത് ശാരീരിക ആരോഗ്യമാണ്. ശരീരത്തിന്റെ സുഖത്തിനും ആരോഗ്യത്തിനും വേണ്ടി ഒരുപാട് കാശ് കൊടുക്കാറുമുണ്ട് നമ്മൾ. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, ശാരീരിക ആരോഗ്യം എത്രത്തോളം പ്രധാനപ്പെട്ടതാണോ അത്രയും തന്നെ പ്രധാനപ്പെട്ടതാണ് മാനസിക ആരോഗ്യം എന്ന് പറയുന്നത്. പലപ്പോഴും ചെറിയ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മളിൽ മിക്കവരിലും തിരിച്ചറിയാതെ പോകുന്നുണ്ട്. അഥവാ തിരിച്ചറിഞ്ഞാലും അതിനുവേണ്ടി ഡോക്ടറുടെ സഹായം തേടാൻ പോലും നമ്മളാരും തയ്യാറാവുന്നില്ല. ഒരു ചെറിയ പനി വന്നാൽ പോലും ആശുപത്രിയിൽ ഓടിപ്പോകുന്ന നമ്മൾ പലപ്പോഴും മാനസികമായി എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഡോക്ടറുമായിട്ട് സംസാരിക്കുവാൻ പോലും മടിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ എന്താണ് മാനസിക ആരോഗ്യമെന്ന് നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യരിൽ ഉണ്ടാകുന്ന വിഷാദം, ഉത്കണ്ഠ, ജീവിത പ്രശ്നങ്ങൾ തുടങ്ങിയ പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളെ നേരിടുവാനുള്ള കരുത്തിനെയും പോസിറ്റീവ് മനോഭാവത്തെയുമാണ് മാനസിക ആരോഗ്യം എന്ന് പറയുന്നത്. ആരോഗ്യമുള്ള മനസ്സിന്റെ 3 ഘടകങ്ങളാണ് സമയത്തിനുള്ള ഉറക്കം, സമയത്തിനുള്ള ഭക്ഷണം, നല്ല രീതിയിൽ എല്ലാവരോടും സംസാരിക്കുക എന്നുള്ളത്. നിങ്ങളുടെ മനസ്സിന്റെ ആരോഗ്യം നല്ല നിലയിലാണ് എങ്കിൽ ജീവിതത്തിൽ ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും മനക്കരുത്തോടു കൂടി നേരിടുവാൻ നിങ്ങൾക്ക് സാധിക്കും. മാനസികാരോഗ്യം നേടിയെടുക്കുവാൻ എന്തെല്ലാം നമുക്ക് ചെയ്യാമെന്നാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പങ്കുവെക്കുവാൻ പോകുന്നത്. നിങ്ങളുടെ കുടുംബവും കൂട്ടുകാരോടൊപ്പവും സമയം ചെലവഴിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ സമയം ചെലവഴിക്കുന്നത് മാനസിക ക്ഷേമത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്ന കാര്യമാണ്. അവർ ദൂരെയാണ് താമസിക്കുന്നത് എങ്കിൽ ഇടയ്ക്കൊന്ന് വീഡിയോ കോൾ ചെയ്യുവാനോ അല്ലെങ്കിൽ അവിടെ ഒന്ന് പോകുവാനോ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കുവാനോ നിങ്ങൾ തയ്യാറാകണം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഉള്ളിലുള്ള ടെൻഷനും പ്രയാസവും സങ്കടവും ഷെയർ ചെയ്യുവാനും അങ്ങനെ മനസ്സിലുണ്ടാകുന്ന മടുപ്പ്, മുഷിപ്പ് തുടങ്ങിയവയെല്ലാം ഇല്ലാതാക്കി നിങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് മാനസിക ആരോഗ്യത്തോടു കൂടി തുടരുവാൻ ഇത് നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. രണ്ടാമതായിട്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുവാനായി സമയം കണ്ടെത്തുക. തിരക്കുള്ള ജീവിതത്തിനിടയിൽ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി സമയം നിങ്ങൾ കണ്ടെത്തണം. മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം നിങ്ങളും ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷേ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ സന്തോഷം ലഭിക്കുകയും മികച്ച മാനസികാരോഗ്യം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. മൂന്നാമതായിട്ട്, പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കുക. നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയും അതിലെ പച്ചപ്പും എല്ലാം മനസ്സിന് സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. പ്രകൃതിയുമായി സമ്പർക്കം പുലർത്തുന്നത് നിങ്ങളെ വൈകാരികമായി മികച്ചതാക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഇത് നിങ്ങളുടെ ശാരീരിക ക്ഷേമത്തിനും രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും പേശികളുടെ പിരിമുറുക്കത്തിനും ഉത്കണ്ഠ, വിഷാദം തുടങ്ങിയവ ഇല്ലാതാക്കുവാനും കാരണമാകുന്നു. അതുകൊണ്ട് നിരന്തരം പ്രകൃതിയുമായിട്ട് സമ്പർക്കം പുലർത്തുക, അതിനെ ആസ്വദിക്കുക. മറ്റൊന്നാണ് വ്യായാമം ചെയ്യുക എന്നുള്ളത്. എല്ലാ ദിവസവും കുറഞ്ഞത് ഒരു 30 മിനിറ്റ് എങ്കിലും വ്യായാമം ചെയ്യുക. ഇത് നിങ്ങളിലെ സമ്മർദ്ദം അകറ്റാനും ബുദ്ധി മെച്ചപ്പെടുത്തുവാനും നന്നായി ഉറങ്ങാനുമൊക്കെ നിങ്ങളെ സഹായിക്കും. കൂടാതെ നിങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു മാനസിക അവസ്ഥ ശക്തമായി വർദ്ധിപ്പിക്കുകയും ചെയ്യും. മറ്റൊന്നാണ് കൃത്യസമയത്തുള്ള ഉറക്കം. ഇന്ന് നമ്മളിൽ പല ആളുകൾക്കും ഇല്ലാത്തതാണ് കൃത്യസമയത്തുള്ള ഉറക്കം. മൊബൈൽ ഫോണിൽ തോണ്ടിയും അതല്ല എങ്കിൽ മറ്റേതെങ്കിലും വിനോദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടും നമ്മളെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നവരാണ് അധിക ആളുകളും. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കൃത്യമായി നിങ്ങൾ ഉറങ്ങാൻ തയ്യാറാകണം. ഉറക്കമില്ലായ്മ നിങ്ങളെ ശാരീരികമായും മാനസികമായും മോശമായ രീതിയിൽ ബാധിക്കും. അതിനാൽ തന്നെ ഒരു മനുഷ്യൻ ദിവസവും കുറഞ്ഞത് 6 മുതൽ 7 മണിക്കൂറെങ്കിലും ഉറങ്ങിയിരിക്കണം. നിങ്ങൾക്ക് രാത്രി ഉറക്കം കിട്ടുന്നില്ല എങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് അരമണിക്കൂർ മുന്നേ ഇളം ചൂട് വെള്ളത്തിൽ കുളിക്കുക. ഉറക്കം കളയുന്ന മൊബൈൽ ഫോണ്, അതുപോലെ തന്നെ കാഫിൻ അടങ്ങിയിട്ടുള്ളതൊക്കെ ഒഴിവാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. മറ്റൊന്നാണ് യോഗ ചെയ്യുക എന്ന്. നിങ്ങളുടെ എല്ലാ ചിന്തകളും മാറ്റി വെച്ചുകൊണ്ട് ദിവസവും ഒരു 15 മിനിറ്റ് എങ്കിലും നിങ്ങൾ യോഗ ചെയ്യാൻ തയ്യാറാകണം. അതുപോലെ തന്നെ യോഗയിലൂടെ നിങ്ങളുടെ മാനസിക ശക്തി വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റൊരു പോയിന്റാണ് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക എന്നത്. കൃത്യസമയത്തിന് നമ്മൾ ഭക്ഷണം കഴിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ശരീരത്തിൽ ഊർജവും ആരോഗ്യവും ലഭിക്കുകയുള്ളൂ. ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. കാരണം ഇത് നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും കൂടുതൽ അലസത ഉണ്ടാക്കും. അത് നിങ്ങൾക്ക് ഉറക്കം കൂടുതലായി നിങ്ങളെ ബാധിക്കും. ഉച്ച സമയത്ത് പോലെയുള്ള അല്ലെങ്കിൽ പല സമയങ്ങളിലും ഉറക്കത്തിലേക്ക് നിങ്ങൾ വഴുതി വീഴാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ടതാണ് കൂടുതൽ പച്ചക്കറികളും സങ്കീർണമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റുകൾ അടങ്ങിയിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. കൂടാതെ നിങ്ങളുടെ ശരീരത്തിലെ ജലാംശം നിലനിർത്തുവാൻ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക. പ്രത്യേകിച്ച് ഈ സമയത്ത്, ഇതൊരു വല്ലാത്ത ചൂട് സമയമാണ്. ആ സമയത്ത് ഒരുപാട് വെള്ളം കുടിക്കാൻ നമ്മൾ തയ്യാറാകണം. അതായത് ഒരു 2 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കണം. നിങ്ങൾക്ക് മാനസികമായി എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുവാൻ നിങ്ങൾ പാടില്ല. കൃത്യമായിട്ട് മനസ്സിന് ശക്തി നൽകിക്കൊണ്ട് മാനസികാരോഗ്യം വീണ്ടെടുക്കുവാൻ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതെല്ലാം കൃത്യമായിട്ട് ചെയ്ത്
ഇനി ആരെയെങ്കിലും ഒരു കൗൺസിലറെ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണേണ്ടതാണെങ്കിൽ കൃത്യമായിട്ട് കണ്ടുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യം നിലനിർത്തേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ശാരീരിക ആരോഗ്യമാകട്ടെ, മാനസിക ആരോഗ്യമാകട്ടെ. മറ്റൊരു വിഷയമായി കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.